2 ദിവസം മുമ്പ് ഇവിടെ ഒരു മുഖാമുഖം പരിപാടി നടത്തപ്പെടുകയുണ്ടായി. അതിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തന്നിരുന്നു. അതിനുള്ളൊരു ലെറ്ററും ഞങ്ങൾക്ക് തന്നിരുന്നു. പക്ഷെ അതിൽ ഒരു മുസ്ലിമിനോട് കാണിക്കേണ്ട യാതൊരു ബാധ്യതയും അതിനകത്ത് കണ്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു സലാം തന്നെയെങ്കിലും അതിൽ വെക്കേണ്ടതായിരുന്നു. അതുപോലും അതിനകത്ത് കണ്ടായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംഘടനയോട് എന്ത് ചോദിച്ചാലും അതിന് കിട്ടുന്ന മറുപടി ആ രൂപത്തിൽ തന്നെ ആയിരിക്കുമെന്നുള്ളത് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള ഒരു പരാതിയും പങ്കെടുക്കാതിരുന്നതിന്റെ ഒരു ന്യായവും പറഞ്ഞ അതാണ്. എല്ലാവരും കേട്ടല്ലോ. മുശ്രിക്കുകളാണ് സുന്നികളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുക, എഴുതുക, എന്നിട്ട് ഞങ്ങളെ സലാം ആവശ്യപ്പെടുകയും ചെയ്യുക. ഇതെന്ത് വൈരുദ്ധ്യമാണ്? അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പറയുന്ന ആശയത്തിൽ വിശ്വാസമില്ല, അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, നിങ്ങൾ പറയുന്ന ആശയം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഞങ്ങളെ സലാം ആവശ്യപ്പെടുന്നത്. ശിർക്ക് ചെയ്യുന്നവരാണ് എന്നും മൗലിദ് ഓതുന്നവരാണ് എന്നും മൗലിദ് ഓതുന്നവർ മുശ്രിക്കുകളാണ് എന്നും വാദിക്കുന്ന മുജാഹിദുകൾ എന്തിനാണ് സുന്നികളുടെ സലാം ആവശ്യപ്പെടുന്നത്? മാഷേ, ഞങ്ങൾ നിങ്ങളോട് പ്രത്യേകിച്ച് ചോദിക്കുകയാണ്. പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ ചോദ്യത്തിൽ നിന്ന് കിട്ടുന്ന മറുപടികൾ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എങ്ങനെയാണ് മറുപടി കിട്ടുക എന്നത് അറിയാൻ ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നോ മുജാഹിദ് സഹോദര? തിരിച്ച് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചു നോക്കിക്കൂടായിരുന്നോ? അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് മറുപടി കൊടുക്കുക എന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ മുഖാമുഖത്തിൽ നിന്ന് മനസ്സിലായല്ലോ. എന്ത് മറുപടിയാണ് കിട്ടുക, ഏത് ശൈലിയിലായിരിക്കും, അത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ് എന്നത് നിങ്ങളുടെ ഈ ആരോപണത്തിന്റെ മറുപടി കഴിഞ്ഞ മുഖാമുഖം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതാ വീണ്ടും മുഖാമുഖം സംഘടിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ 2 ന്യായം, ആ 2 ന്യായത്തിനും ഞങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് അതിന്റെ വിശദീകരണം നൽകുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ മുഖാമുഖത്തിൽ പങ്കെടുക്കാം, ഈ മുഖാമുഖത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. മുജാഹിദുകളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പൊ വീണ്ടും ഇവിടെ വന്ന മൗലവി അയാൾ പറഞ്ഞത് മുഖാമുഖം, നിങ്ങളും ഒരു മുഖാമുഖമാണ് സംഘടിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്ന മൗലവി പറഞ്ഞ വിഷയം എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഏത് ശൈലിയിലുള്ള പരിപാടിയാണ് സംഘടിപ്പിക്കേണ്ടത് എന്ന് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നാണ്. ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് ശൈലിയിലാണ് ഞങ്ങൾ പരിപാടി സംഘടിപ്പിക്കേണ്ടത് എന്ന്. പക്ഷേ ഒരു ന്യായമായ അവകാശം, നിങ്ങൾ എങ്ങനെ പരിപാടി സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കാണ് അവകാശമുള്ളത് എന്നതുകൊണ്ടാണ് അത് മുഖാമുഖമാക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. തീരുമാനിക്കാൻ പിന്നെ ഞങ്ങൾക്കാണ് അധികാരമെങ്കിൽ പിന്നെ ഞങ്ങൾ ആവശ്യപ്പെടല്ലോ ചെയ്യുക, ഞങ്ങൾ തീരുമാനിക്കല്ലേ ചെയ്യുക. എന്താണ് മൗലവി മറുപടി എന്ന പേരിൽ മറ പിടിക്കാൻ വന്നാ പോരല്ലോ. നിങ്ങളോട് ഞങ്ങൾ പരിപാടി മുഖാമുഖമാക്കി തീരുമാനിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. തീരുമാനിക്കാൻ നിങ്ങളുടെ പരിപാടി എങ്ങനെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആ തീരുമാനം മുഖാമുഖം എന്ന രൂപത്തിലാവുകയാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ചെയ്തത്. നിങ്ങൾ നടപ്പിലാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഇവർക്ക് അങ്ങനെ ഒരു ആർജവം ഇല്ല, ഒരു ധൈര്യം ഇല്ല, അതിനവർ സന്നദ്ധരല്ല, ആശയപരമായതിന്റെ ത്രാണി ഇല്ലാത്തൊരു വിഭാഗമാണ് എന്ന് അതുകൊണ്ട് ബോധ്യപ്പെടുകയാണ്. അയാളതിന് ഒരു ഉദാഹരണം പറഞ്ഞെന്താണെന്നറിയോ? മുജാഹിദുകൾ വലിയ സന്തോഷത്തിൽ ആ ഉദാഹരണം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ആ ഉദാഹരണം? ഇവിടെയുള്ള കോൺഗ്രസിന്റെ ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളോട് മുഖാമുഖം സംഘടിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ അവർ മുഖാമുഖം സംഘടിപ്പിക്കുക, അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. അങ്ങനെ ആവശ്യപ്പെടാൻ അവകാശമുണ്ടോ, പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ. ആശയപരമായ വിഷയത്തിൽ, ആദർശപരമായ വിഷയത്തിൽ ഒരു എതിർകക്ഷിയുടെ അവരുടെ തികഞ്ഞ പരാജയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ മുഖാമുഖത്തിന് വേണ്ടി ആവശ്യപ്പെടലും വെല്ലുവിളിക്കലും അത് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ വിവരം പോലും മുജാഹിദ് മൗലവിമാർക്ക് നിങ്ങൾ വിളിച്ചുകൊണ്ടുവന്ന ആൾക്ക് ഇല്ലാതെ പോയല്ലോ, വല്ലാത്തൊരു ദയനീയത തോന്നുകയാണ്. നിങ്ങൾ മൗലവിയെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ, കാരണം അയാൾ വലിയൊരു ആനത്തര ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പോ ഇവിടെ എത്ര മുഖാമുഖങ്ങൾ നടക്കാറുണ്ട്, സംവാദങ്ങൾ നടക്കാറുണ്ട്.
ഇങ്ങോട്ട് മുഖാമുഖം സംഘടിപ്പിച്ച് വരാത്ത ആളുകൾ, എന്നാൽ നിങ്ങളൊരു മുഖാമുഖം സംഘടിപ്പിക്കൂ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നത് ആദർശരംഗത്തെ ധൈര്യവും ത്രാണിയും നട്ടെല്ലും ആർജവുമാണ്. അതുപോലും ചിന്തിക്കാനും ബോധ്യം വരുത്താനുമുള്ള വിവേകം മുജാഹിദ് മൗലൈമാർ മൊല്ലമാർക്കില്ലാതെ പോയല്ലോ. നിങ്ങൾ ഇനിയും അവരെ പേര് നടക്കുകയാണല്ലോ. മുജാഹിദ് സാധാരണക്കാരെ ഞങ്ങൾ ചിന്തിച്ചു പോവുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് ഇവരുടെ പിന്നാലെ പോകാൻ കഴിയുന്നു? ഇത്രയും പരസ്യമായൊരു വേദി നിങ്ങൾക്ക് നൽകിയിട്ട് മുജാഹിദ് മൗലൈമാർക്ക് ഖുർആൻ ഹദീസുകൾ പ്രമാണമായി ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് അവതരിപ്പിച്ചുകൂടെ? ഇനി ഇല്ല, ഞങ്ങൾ നിങ്ങളുടെ വേദിയിലേക്കില്ല, ഞങ്ങളൊരു വേദി സംഘടിപ്പിക്കാം, അവിടെ നിങ്ങൾ വന്നോളൂ എന്നെങ്കിലും പറയാൻ അവർക്ക് കഴിയണ്ടേ? അതിന് മുജാഹിദ് മൗലവി എന്ത് ചെയ്തു എന്നറിയോ? ഞങ്ങൾ മുഖാമുഖം സംഘടിപ്പിച്ചാൽ സംഭവിക്കുക അവിടെ അവസാനം സുന്നികൾ പരിപാടി അലങ്കോലപ്പെടുത്തുകയാണ് എന്ന് മൗലവി ഒരു മറുപടി പറയാൻ ശ്രമിക്കുകയുണ്ടായി. അതിന് മറുപടിയാണ് അൻസാർ മാഷ് ഇവിടെ നേരത്തെ നിങ്ങൾക്ക് നൽകുകയുണ്ടായത്. ഈ അടുത്തു നടന്ന മുഖാമുഖത്തിൽ അൻസാർ മാഷ് പോയി, പക്ഷേ ഒരു ചോദ്യം, ഒരു ഉപചോദ്യം അവിടെ അവസാനിക്കുകയാണ്. ആ ഉപചോദ്യത്തിന് മറുപടിയായി മൗലവിക്ക് എന്തും പറയാലോ. പിന്നെ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുള്ള അവകാശങ്ങളില്ല. മൗലവി പറഞ്ഞതിൽ അപാകത ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമില്ല. ഇതാണ് മുജാഹിദുകളുടെ മുഖാമുഖം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മുഖാമുഖം വളരെ മുമ്പ്, ഇനി ഞാൻ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പഠിക്കുന്ന ഒരു സമയത്ത് കാഞ്ഞങ്ങാട് വെച്ച് മുജാഹിദുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അവിടെ കസേരയേറ് നടന്നതിന്റെ ഒരു രംഗം മുജാഹിദ് മൗലവി പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്നാൽ സഹോദരന്മാരെ കാണിച്ചു തരാം. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന വിഷയം എന്താണെന്നോ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അവിടെ ആ പരിപാടിയിൽ പങ്കാളിയായിരുന്ന ആളാണ് ഞാൻ. ഏത് പരിപാടി? മുജാഹിദുകളോട് ചോദിക്കുന്ന പരിപാടിയിൽ. എന്നാൽ അവിടെ കസേരയേറ് നടത്തിയതോ യഥാർത്ഥത്തിൽ ഇത് മുജാഹിദുകൾ തന്നെയാണ്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? നമ്മൾ മുൻനിരയിൽ, മുൻഭാഗത്ത്, പരിപാടിയുടെ ആ വേദിയുടെ മുന്നിൽ നിൽക്കുകയും എന്നിട്ട് മുജാഹിദുകളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ ചോദ്യം ചോദിച്ച് ശരിക്കും കൊള്ളേണ്ടിടത്ത് കൊണ്ട് മുജാഹിദ് മൗലവി അടുത്ത ഒരു ചോദ്യം കൂടി വന്നാൽ തീർച്ചയായും പരാജയം ഇവിടെ തുറന്ന് സമ്മതിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞപ്പോൾ, ബോധ്യം വന്നപ്പോൾ മുജാഹിദുകൾ ഒരു ഭാഗത്ത് നിന്ന് ആ പരിപാടി അലങ്കോലപ്പെടുത്തുന്ന രൂപമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അതാണ് അവിടെ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ചത്. ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. ഈ കാരണം ഇത്രയും മൗലവിയെ പിടിച്ചെടുത്ത് പിടിച്ചു നിർത്തി അടുത്ത ഒരു ചോദ്യവും കൂടി അവിടെ നടന്നാൽ മൗലവി വെള്ളം കുടിക്കുന്നത് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മുഴുവനും കാണാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഈ പരിപാടി അലങ്കോലപ്പെടുത്തി, സുന്നികൾ അലങ്കോലപ്പെടുത്തിയതാണെന്ന് വരുത്തി തീർക്കണമെന്ന് മൗലവിമാര് തീരുമാനിച്ച് അവരതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. എന്നിട്ട് പരിപാടി അലങ്കോലപ്പെടുത്തുകയാണ് അവിടെ ഉണ്ടായത് എന്നത് അവിടെ പങ്കാളികളായ ഞങ്ങൾക്ക് വരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ എന്നറിയോ? മുമ്പ് ഒരാള് സ്വന്തം വീടിന് തീ കൊടുത്തു. അങ്ങനെ തീ കൊടുത്ത് അത് കോടതിയിൽ കേസെത്തി. അങ്ങനെ കോടതി ഇയാളോട് ചോദിച്ചു, അല്ല എന്തേ നിങ്ങൾ വീട് കത്തിച്ചത്? എന്തിനാണ് നിങ്ങൾ സ്വന്തം വീട് കത്തിക്കാനുണ്ടായ കാരണം എന്താണ്? അപ്പൊ ഇയാളെ മറുപടി, അങ്ങനല്ല ചോദിക്കേണ്ടത്. എന്താണ്? വീണ്ടും കോടതി ആവർത്തിച്ചു, എന്താണ് നിങ്ങൾ വീട് കത്തിച്ചത്? സ്വന്തം വീടിന് തീ വെക്കാനുണ്ടായ കാരണം എന്താണ്? അപ്പൊ ഇയാളെ മറുപടി, അങ്ങനെയല്ല ചോദിക്കേണ്ടത് എന്നാണ്. കോടതി വീണ്ടും ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി പറയണം. അപ്പൊ കോടതിയോട് ഇയാൾ വീണ്ടും പറയാണ്, അങ്ങനെയല്ല ചോദിക്കേണ്ടത്. പിന്നെ എങ്ങനെയാ ചോദിക്കേണ്ടത്? എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അപ്പൊ ഇയാളെ മറുപടി എന്താണ്? എന്തിനാണ് വീട് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കണം. അപ്പൊ എന്തിനാണ് വീടുണ്ടാക്കിയത്? വീട് കത്തിക്കാനാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞതുപോലെ എന്തിനാ ഇവർ മുഖാമുഖം സംഘടിപ്പിച്ചത്? അവർക്ക് എന്നെ കലക്കാൻ. എന്നിട്ട് സുന്നികൾ കലക്കുകയാണ് ഞങ്ങൾ മുഖാമുഖം എന്ന് പറയാൻ. അതുകൊണ്ട് ഞങ്ങൾ മുഖാമുഖം സംഘടിപ്പിക്കൂല എന്ന് പിന്നീട് പറയാൻ. മൗലൈമാരെ, ഇത് മനസ്സിലാകാത്ത ആളുകളല്ല സുന്നികളായ ഞങ്ങൾ. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. അതുകൊണ്ട് ആ കസേരയേർ ഇവിടെ പ്രദർശിപ്പിച്ച ഭാഗം നിങ്ങൾ കണ്ടോളൂ. ശ്രദ്ധിക്കണേ, അനൗൺസ് മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ശാന്തമായിരിക്കണം എന്നാ പറയുന്നത്.
മതി. അപ്പൊ അങ്ങനെ ഒരു കസേരയേറിന് രംഗം ഇവിടെ പ്രദർശിപ്പിക്കേണ്ടായി. ഞങ്ങൾ അതുവരെ ക്ലിപ്പാക്കി